കല്യാണം കഴിച്ചവരൊക്കെ കാണൂലേ? നിങ്ങളും വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെയാണോ പെരുമാറുന്നത്? അല്ലല്ലോ, നിങ്ങളുടെ വീട്ടില് സൗന്ദര്യപ്പണക്കൊക്കെ ഉണ്ടാവാറില്ലേ എന്ന് കരുതി അതോട് ആ ബന്ധം ഉപേക്ഷിച്ച് കളയാണോ ചെയ്യുന്നത്? അല്ലല്ലോ. കഷ്ടമുണ്ട് പ്രണവേ, എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ. എന്താ എല്ലാവരും മുന്നേ അഭിനയിച്ച് കാണിക്കുകയാണ്? നീ കാണിച്ചു കൂട്ടിയതെല്ലാം മറന്നിട്ട് ഇനിയും ഞാൻ നിന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കണോ? കൊള്ളാം. മര്യാദക്ക് ഇറങ്ങി പൊക്കോ ഇവിടുന്ന്, അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും, പറഞ്ഞേക്കാം. ആഹാ, എങ്കി വിളിക്ക്, പോലീസിനെ വിളിക്ക്. മാറൂച്ച, അവര് വന്നിട്ട് തീരുമാനിക്കട്ടെ ന്യായം എന്താണെന്ന്. അതുവരെ ഞാൻ ദേ ഇവിടെ ഇരിക്കാൻ പോവാ. വിളിക്ക്, പോലീസിനെ വിളിക്ക്. അവര് വരട്ടെ, എന്നിട്ട് എന്ത് വേണമെന്ന് അവര് തീരുമാനിക്കട്ടെ. എഴുന്നേക്കവിടുന്ന്. എഴുന്നേക്കടി. ഇല്ല, എഴുന്നേക്കില്ല. എഴുന്നേക്കാനാ നിന്റെ അടുത്ത് പറഞ്ഞേ? എഴുന്നേക്കൂലെന്നല്ലേ പറഞ്ഞേ? ആരെ വേണമെങ്കിലും വിളിച്ചോ, എനിക്കൊരു തീരുമാനം എന്ന് ഉണ്ടാക്കണം. പ്രണവ് ഭാര്യയായിട്ട് എന്നെ അംഗീകരിക്കില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നത് എന്താ കാര്യം? പോലീസ് ഒന്ന് പിടിച്ചോണ്ട് പോ, ജയിലിടോ, എന്താന്ന് വെച്ച ചേട്ടെ. എഴുന്നേക്കടി. എന്തിനൊരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നത്? കഷ്ടമല്ലേ സാർ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് വീട്ടിൽ വെച്ച് പറഞ്ഞു തീർത്താ പോരെ. ഇതൊക്കെ മോശമാണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവുമ്പോ അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ കാണും സാർ. നമ്മുടെ ഓഫീസ് കാര്യം പോലെ അല്ലല്ലോ അത്. ആ പാവം കരയുന്നത് കണ്ടില്ലേ? നിങ്ങൾക്ക് ഇവള് ചെയ്തതെന്നും അറിയാഞ്ഞിട്ടാണ്. സത്യം പറഞ്ഞാ നിങ്ങൾ തന്നെ ഇവളെ ഇവിടുന്ന് ഇറക്കി വിടും. എന്ത് സത്യം? അതിനുവേണ്ടി എന്ത് വലിയ തെറ്റാ ഞാൻ ചെയ്തേ? എന്താ സാറേ, എന്താ പ്രശ്നം? അത് പറയേ, പറഞ്ഞു കൊടുക്ക് പ്രണവേ. ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് എല്ലായിടത്തും പറഞ്ഞു കൊടുക്ക്. എന്നിട്ട് അവര് പറയട്ടെ ഞാൻ ചെയ്ത തെറ്റാണോ ശരിയാണോ. എന്താ സാറേ ഇഷ്യൂ? പറഞ്ഞു തീർക്കാനുള്ള പ്രശ്നമാണെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാന്നേ. പറ, എല്ലാരും കേക്കട്ടെ. എന്തിനാ മടിക്കുന്നേ? എന്തിനാണോ നീ മടിച്ചിരിക്കുന്നത്? പറഞ്ഞു കൊടുക്കല്ല, ഒരു മടിയും വേണ്ട. ഇവള് കാണിച്ചത് എന്താണെന്ന് നമ്മുടെ സ്റ്റാഫുകളെല്ലാം കേൾക്കട്ടെ. ഏട്ടാ, അത് പിന്നെ നീ സ്വന്തം അഭിമാനം ഇല്ലാതാവുമെന്ന് പേടിച്ചിട്ടാണോ അത് പറയാതിരിക്കുന്നത്? എന്നാ ആ പേടി വേണ്ട. നമ്മുടെ സ്റ്റാഫുകളെന്ന് പറയുന്നത് നമ്മുടെ ബന്ധുക്കളെ പോലെ തന്നെയാണ്. അവര് സത്യം അറിയണം, അതില് ഒരു മടിയും കാട്ടേണ്ട. പറയടാ അങ്ങോട്ട്. പറയാം, എല്ലാം ഞാൻ പറയാം. ഇവള് ചെയ്ത ചെറിയ തെറ്റെന്താണെന്നറിയോ നിങ്ങൾക്ക്? കഴിഞ്ഞ 5 മാസമായിട്ട് പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചോണ്ടിരിക്കുവോ ഇവള്. ഇവള് സ്റ്റെപ്പിന്റെ മുകളിൽ നിന്ന് വീണപ്പോ പോലും ഇവക്കോ കുഞ്ഞുക്കോ എന്തെങ്കിലും സംഭവിക്കുന്നത് പേടിച്ചിട്ട് കോരിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയനെ ഞാൻ. ഇതാ ഉണ്ടായേ. ഇവള് പറഞ്ഞ ചെറിയ തെറ്റിതാ.
ഇനി നിങ്ങൾ പറ, ഇവിടെ എന്താ ചെയ്യേണ്ടത്? എന്തോന്നാ ഇത്? ഇങ്ങനെ കാണിക്കുന്ന നാണമില്ലേ? പെണ്ണുങ്ങൾക്ക് പറ്റിയ പണിയാണോ ഇത്? അയ്യേ, നാണം കെട്ട ഏർപ്പാട്. ഏതെങ്കിലും ഭർത്താവ് പിന്നെ അംഗീകരിക്കോ? നോക്ക്, മര്യാദയ്ക്കോടെ ഇറങ്ങി പോകുന്നത് നല്ലത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് പിടിച്ച് പുറത്താക്കേണ്ടി വരും. എന്താടി ഇവര് പറഞ്ഞ കേട്ടില്ലേ? മര്യാദക്കിറങ്ങി പോടി വെളിയില്. പറഞ്ഞത് കേട്ടില്ലേ? ഞങ്ങളായിട്ട് പിടിച്ച് പുറത്താക്കണോ അത് ഇറങ്ങി പോകുന്നോ? പോവാൻ. മേലിൽ നിന്റെ കാലി ഓഫീസിനകത്ത് കുത്തിയ ഇവിടുത്തെ സ്റ്റാഫുകൾ തന്നെ നിന്റെ കാല് തല്ലി ഒടുക്കും. ഓർത്തോ? ഇതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. നമ്മുടെ ജീവിതം നമ്മുടെ സ്റ്റാഫുകൾക്ക് മുമ്പിൽ ഒരു തുറന്ന പുസ്തകമാണ്. ഒന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല. ചെല്ലടാ, നീ പോയി നിന്റെ ജോലികൾ തീർക്കും. ചെല്ല്. ജോർജേ. ഓക്കെ സർ. എല്ലാവരും പോയിട്ട് ജോലി ചെയ്യാൻ നോക്ക. ചെല്ല. ആ, ത്രിശങ്ക് സ്വർഗത്തിൽപ്പെട്ട അവസ്ഥയിലായല്ലോ ഭഗവാനെ. ഞാൻ എന്താ ഞാൻ ചെയ്യേണ്ടത്? മരിക്കാൻ കിടക്കുന്ന നിർമ്മലാന്റിക്ക് ഗൗതമിനോട് സത്യം തുറന്നു പറയാമെന്ന വാക്ക് ഞാൻ കൊടുത്തു. ഗൗതം ഒരിക്കലും ഒന്നും അറിയില്ലെന്ന് പാർവതി അമ്മയ്ക്കും ഞാൻ സത്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. നിർമ്മലാന്റിയാണ് ഗൗതമിന്റെ പെറ്റമ്മ എന്ന സത്യം എനിക്കറിയാമായിരുന്നു എന്ന് ഇനി ഗൗതം അറിഞ്ഞാൽ